Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി സാരി കേക്കിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ്. നല്ലൊരു പട്ട് സാരി പോലെ തോന്നിക്കുന്ന ഒരു കേക്കാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഞാൻ വളരെ എൻജോയ് ചെയ്തിട്ടുള്ളൊരു കേക്കാണിത്. ഇത് ഓരോന്നും നമ്മൾ വിചാരിച്ച ഒരു പെർഫെക്ഷനിൽ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു, അതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നൊക്കെ. ഈ സാരി കേക്ക് നമുക്ക് അത്രയ്ക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. നമുക്ക് കുറച്ച് ഐറ്റംസ് വീട്ടിലുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണിത്. അതുപോലെ തന്നെ സാരി കേക്ക് ഉണ്ടാക്കുമ്പം അതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള കുറച്ച് ഓർണമെൻറ്റ്സിൻ്റെ വീഡിയോ കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഫോണ്ടൻ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ഓർണമെൻറ്റ്സിൻ്റെ വീഡിയോസ് കൂടി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പിസ്ത ഫ്ലേവറിലുള്ള സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ ഇത് 1.5 kg ആണ് കേട്ടോ. ഈ സ്പോഞ്ച് 12 ഇഞ്ച് പാനിൽ 1.5 kg ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ കേക്ക് ഫസ്റ്റ് ഒന്ന് ഒരു 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്ത് ഒരു പിസ്ത മിൽക്ക് കൊണ്ടാണ് കേട്ടോ ഞാനിതിപ്പോൾ വെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഒന്ന് വെറ്റ് ചെയ്തിട്ട് നമുക്ക് നല്ല പിസ്താൻ്റെ ഫ്ലേവറിലുള്ള ക്രീം കൊണ്ടൊന്ന് ലേസൊക്കെ സെറ്റ് ചെയ്ത് ഒന്ന് ക്രം കോട്ട് ചെയ്യുന്നത് വരെ ഞാനിപ്പോൾ കുറച്ച് സ്പീഡിലിട്ട് കാണിക്കാം. അല്ലെങ്കിൽ വീഡിയോ നല്ല ലെങ്തായി പോകും. അതുകൊണ്ടാണ് ഇനി കുറച്ച് സ്പീഡിൽ ഞാനിത് ആ ക്രം കോട്ട് ചെയ്യുന്നത് വരെ കാണിക്കാം. ഇത് ക്രം കോട്ട് ചെയ്യുന്നതിന് മുന്നേ ഇപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള കേക്കാണ്. പക്ഷേ എനിക്കിവിടെ ആവശ്യം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള കേക്കാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കിയതിന് ശേഷം കേക്കിൻ്റെ ഒരു ഭാഗത്തു നിന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് അതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള കേക്കാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ലെങ്ത്ത് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ആ കട്ട് ചെയ്ത ഭാഗം കേക്കിൻ്റെ മുകൾ ഭാഗത്തേക്ക് വെച്ച് കൊടുത്ത് കുറച്ച് വലിയൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള കേക്കാക്കി എടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള കേക്ക് ടിൻ ഉണ്ടെങ്കിൽ അതിൽ ബേക്ക് ചെയ്തെടുത്താൽ മതി. എൻ്റെ കയ്യിൽ സ്ക്വയർ ഷേപ്പിലുള്ള കേക്ക് ടിന്നാണുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇനി നമുക്കിതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. കേക്ക് ഞാനിവിടെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് കോട്ടിംഗ് ആയിട്ട് ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് ബട്ടർ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിത് ഈ കേക്ക് ഫോണ്ടൻ്റ് കൊണ്ട് കവർ ചെയ്യേണ്ടതുകൊണ്ട് തന്നെ ഒന്നിക്കിൽ ചോക്ലേറ്റ് ഗണാഷ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബട്ടർ ക്രീം യൂസ് ചെയ്തിട്ട് സെക്കൻഡ് കോട്ടിങ് കൊടുക്കലാണ് ഏറ്റവും നല്ലത്. ഡയറക്റ്റ് വിപ്പിംഗ് ക്രീമിലേക്ക് ഫോണ്ടൻ്റ് വെക്കുന്നതിനേക്കാളും നല്ലത് ഒന്നിക്കിൽ ബട്ടർ ക്രീം അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗണാഷ് യൂസ് ചെയ്യലാണ് നല്ലത്. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് വൈറ്റ് ചോക്ലേറ്റും ബട്ടറും യൂസ് ചെയ്തിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ക്രീമാണ്. ആ ക്രീമിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ സെക്കൻഡ് കോട്ടിങ് അത്യാവശ്യം ഒന്ന് ലെവലാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ചുരുങ്ങിയതൊരു 1 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പം ഈ സമയത്ത് നമുക്കൊന്ന് ഫോണ്ടൻ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഞാനിവിടെ സാരി തയ്യാറാക്കിയിട്ടുള്ളത് ഒരു യെല്ലോ ഓറഞ്ച്, അതായത് ഇപ്പം ഞാനിപ്പോൾ റോൾ ചെയ്യുന്ന ഫോണ്ടൻ്റ് കൂടുതൽ യെല്ലോ കളറും അതിലേക്ക് കുറച്ച് ഓറഞ്ച് കളറും ആഡ് ചെയ്തിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു കളറാണ്. അപ്പം നമുക്ക് കുറച്ച് നല്ല ഡാർക്കായിട്ടുള്ള യെല്ലോ കളറിന് കിട്ടുന്നുണ്ട്. പിന്നെ യൂസ് ചെയ്തിട്ടുള്ളത് എമറാൾഡ് ഗ്രീനാണ്. മുന്താണിക്കും അതുപോലെ തന്നെ സാരീൻ്റെ ബോർഡറിനും എമറാൾഡ് ഗ്രീൻ, അതിലേക്ക് കുറച്ചുകൂടെ ഒന്ന് ഡാർക്കാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്ലാക്ക് കളറും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ 2 കളറിലുള്ള ഫോണ്ടൻ്റാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു യെല്ലോ കളർ ഫോണ്ടൻ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് ഞാൻ ഫ്രിഡ്ജിൽ നിന്നൊക്കെ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഷോർട്ടനിങ് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഫോണ്ടൻ്റ് അതിലേക്ക് വെച്ചൊന്ന് കേക്കൊന്ന് കവർ ചെയ്തെടുക്കാം. അങ്ങനെ ഫോണ്ടൻ്റെ സൈഡിലൊക്കെ എക്സ്ട്രാ വന്നതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാരീൻ്റെ ബോർഡർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം ഈ ഒരു കളറാണ് കേട്ടോ ഞാനിപ്പം ബോർഡറും മുന്താണിയും കൊടുക്കുന്നത്.
ഇത് എമറാൾഡ് ഗ്രീനിലേക്ക് കുറച്ച് ബ്ലാക്ക് കൂടി കൊടുത്ത് കുറച്ച് ഡാർക്കാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ബോർഡറിന് വേണ്ടിയിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി സാരീൻ്റെ ബോട്ടിലേക്ക് ഇതുപോലുള്ള ഏതെങ്കിലും ഒരു സ്റ്റെൻസിൽ വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഗോൾഡ് ഡസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ള ഈ സ്റ്റെൻസിൽ യൂസ് ചെയ്തപ്പം ഇതുപോലുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ നമുക്ക് ബോർഡറിലേക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് കേക്കിൻ്റെ ഒരു സൈഡിലേക്ക് കുറച്ച് ഷോർട്ടനിങ് തേച്ച് കൊടുത്തിട്ട് അവിടെ ഇത് വെച്ച് കൊടുക്കാം. അങ്ങ് എൻഡിലായിട്ട് വെച്ച് കൊടുക്കുന്നില്ല, അവിടെ ഒരു ചെറിയൊരു ഗ്രീൻ കളറിലുള്ള ഒരു ബോർഡർ കൂടി വരാനുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് സ്പേസ് വിട്ടിട്ടാണ് ഞാനിത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ബോർഡറിലും എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇനി ബോർഡറിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലുള്ള ഒരു ചെറിയ റിബൺ പോലെ ഗ്രീൻ കളറിൽ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഫോണ്ടൻ്റ്. അടുത്തത് മുന്താണിക്കുള്ള ഗ്രീൻ കളർ കൂടി ഞാനിവിടെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനി നമുക്കൊരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു കേക്ക് ബോർഡാണ് യൂസ് ചെയ്യുന്നത് ആ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ കേക്ക് ബോർഡിൻ്റെ വലുപ്പത്തിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ സാരി കേക്ക് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് വന്നത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള വലിയ കേക്ക് ബോർഡ് ഇവിടെ കിട്ടാനില്ല. ഇവിടുത്തെ ബേക്കിംഗ് ഷോപ്പിലൊക്കെ ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, അവിടെയൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ 2 കേക്ക് ബോർഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു സാരി കേക്ക്, 2 അല്ല ശരിക്കും 3, പിന്നെ ഒരു കേക്ക് ബോർഡ് താഴെ വെച്ച് അതിൻ്റെ മുകളിൽ 2 വലിയ സ്ക്വയർ ഷേപ്പിലുള്ള കേക്ക് ബോർഡ് വെച്ചിട്ടാണ് ഞാൻ ഈ കേക്ക് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഞാനിവിടെ മുന്താണിങ്ങനെ വേറെ താഴേക്ക് ഇങ്ങനെ നിവർത്തിയിട്ടിരിക്കുന്ന ഒരു രൂപത്തിലാണ് ഈ കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ കേക്ക് ബോർഡ് എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ അതെനിക്കിവിടെ കിട്ടാനുണ്ടായിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ മുന്താണി ഇങ്ങനെ സാരീൻ്റെ സൈഡിൽ താഴെയായിട്ട് ഇങ്ങനെ നിവർത്തി വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുകൾ ഭാഗത്ത്, അതായത് ബോർഡർ വരുന്ന ഭാഗത്തല്ല, മറ്റേ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ലാസ്റ്റ് കാണുമ്പോൾ സാരീൻ്റെ മുന്താണി അടക്കം അവിടെ നിന്ന് ഫോൾഡ് ചെയ്ത പോലത്തെ ഒരു എഫക്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ട് ആ മുകൾ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി മുന്താണിക്ക് ആവശ്യമായിട്ടുള്ള ബോർഡർ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നേരത്തെ നമ്മൾ സാരിക്ക് ചെയ്തിട്ടുള്ളത് പോലെ തന്നെ ഗ്രീൻ ഫോണ്ടൻ്റ് ഒന്ന് പരത്തി ഒരു ബോർഡറിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് അതിലേക്ക് സ്റ്റെൻസിൽ വെച്ച് ഗോൾഡ് ഡസ്റ്റ് കൊണ്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മുന്താണിയുടെ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഈ ബോർഡറൊക്കെ അവിടെ എഡിബിൾ ഗ്ലൂ വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി സാരി നല്ലൊരു ഷൈനിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഡിസൈൻ ചെയ്തിട്ടുള്ള ബോർഡറിലേക്ക് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ, പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലൊരു ഷൈനിങ് കിട്ടും നമുക്ക്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു ഗ്രീൻ ബോർഡർ കൂടി കൊടുക്കുന്നുണ്ട്. ആ ഗ്രീൻ ബോർഡർ നമ്മുടെ കേക്കിൻ്റെ താഴ്ഭാഗത്തേക്ക് കൂടി അങ്ങ് കയറ്റി വെക്കണം. എന്നിട്ട് പിന്നെ ഈ ബോർഡറിനെ അടുപ്പിച്ചിട്ട് നമുക്കതവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇത്രയും ചെയ്തപ്പോഴേക്ക് തന്നെ നമ്മുടെ കേക്കിന് നല്ലൊരു സാരീൻ്റെ ലുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി മുന്താണീൻ്റെ ഉള്ളിലായിട്ട് ഒരു ഗോൾഡൻ കളറ് ബോർഡർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി മുന്താണിയുടെ സൈഡിൽ ഹാങ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് നൂലുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രൂഡർ യൂസ് ചെയ്തിട്ട് ഫോണ്ടൻ്റ് ചെയ്തെടുക്കുന്നുണ്ട്, നൂല് പോലെ ആക്കിയെടുക്കുന്നുണ്ട്. ഇത് ചെറിയ ചെറിയ
പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുന്ന പോലെ ആക്കിയിട്ട് അങ്ങനത്തെ ഒരു എഫക്റ്റ് എടുത്തിട്ട് നമുക്ക് മുന്താണീൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഞാൻ ഓൾറെഡി ആ ഗ്രീൻ ബോർഡർ അവിടെ ഒട്ടിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇളക്കി എടുത്തിട്ടാണ് അതിനടിയിലാണ് ഈ നൂല് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ കേക്ക് ഈ ഒരു ലുക്കിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് ഒരു ലൈൻ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു വര ഇട്ട് കൊടുക്കുക. ഒന്നല്ല 2 or 3 വര ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സാരി ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച പോലുള്ള ആ ഒരു എഫക്റ്റ് കിട്ടും. ഇനി ഇതുപോലുള്ള സിലിക്കോൺ മോൾഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓർണമെൻറ്റ്സ് ഉണ്ടാക്കാം. ആദ്യം തന്നെ ആ ബീഡ്സ് ഷേപ്പിൽ കിട്ടുന്ന വിധത്തിലാണ് ഫോണ്ടന്റ് ചെയ്തെടുക്കുന്നത്. ഇനി ആദ്യം തന്നെ നമുക്ക് നെക്ലേസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഇതുപോലൊരു ബോളിൻ്റെ സൈഡിലായിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് എഡിബിൾ ഗ്ലൂ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ആ മോൾഡ് യൂസ് ചെയ്തിട്ട് തന്നെ വേറൊരു ഷേപ്പിൽ ഫോണ്ടന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് അതിന് മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി ഈ നെക്ലേസിൻ്റെ 2 സൈഡിലും ഫോണ്ടന്റ് ഫ്ലവേഴ്സിൻ്റെയൊക്കെ വയറുണ്ടല്ലോ, ഫ്ലോറൽ വയർ, അത് യൂസ് ചെയ്തിട്ട് ഒരു കൊളുത്ത് പോലെ ആക്കിയിട്ട് ഇതിൻ്റെ 2 സൈഡിലും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് കമ്മൽ ഉണ്ടാക്കാം. ഇങ്ങനെ ബീഡ് ഷേപ്പിലാണ് കമ്മൽ ഉണ്ടാക്കുന്നത്. അതെല്ലാം കൂടി എഡിബിൾ ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അതിനുശേഷം ഫ്ലോറൽ വയർ യൂസ് ചെയ്തിട്ട് കമ്മലിൻ്റെ സ്ക്രൂ കൂടി ഉണ്ടാക്കി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ആ മോൾഡ് യൂസ് ചെയ്തിട്ട് തന്നെ ഫോണ്ടൻ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്ത് 2 വള കൂടി ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു ചെറിയ മോതിരം കൂടി ഉണ്ടാക്കിയെടുക്കാം. ഇനി ഈ ഓർണമെൻറ്റ്സിനൊക്കെ ഗോൾഡൻ കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കാം. അതിന് മുന്താണിയിൽ ഇതുപോലുള്ള ഒരു സ്റ്റെൻസിൽ വെച്ചിട്ട് ചെറിയൊരു ഡിസൈൻ കൂടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നെക്ലേസിൻ്റെ ത്രെഡിന് വേണ്ടിയിട്ട് റെഡ് കളർ ഫോണ്ടൻ്റ് ഒന്ന് എക്സ്ട്രൂഡറിലിട്ടിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഈ ത്രെഡ് കുറച്ചെടുത്തൊന്ന് പിരിച്ചെടുക്കാം. എന്നിട്ടത് നേരത്തെ നെക്ലേസിൽ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കൊളുത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി സാരിയുടെ യെല്ലോ ഭാഗത്തും ഇതുപോലെ 1-2 സ്റ്റെൻസിൽ ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സാരിയിലുള്ള ഡിസൈൻ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓർണമെൻറ്റ്സ് കുറച്ച് ചെറുതായി തോന്നിയതുകൊണ്ട് തന്നെ ഞാൻ ഒന്നുകൂടെ ബീഡ്സ് ഷേപ്പ് ആക്കിയിട്ട് അതിൻ്റെ നെക്ലേസിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളയിലും ഇതുപോലെ തന്നെ വളയും കുറച്ചൊരു സിമ്പിളായി തോന്നിയുകൊണ്ട് വളൻ്റെ സെൻറ്ററിലും ഇതുപോലെ ബീഡ്സ് ഷേപ്പ് ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നെക്ലേസിൽ ഗ്രീൻ കളറും വളയിൽ ഗ്രീനും റെഡും കൂടെ ഇടവിട്ട് കളേഴ്സും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മുടെ ഓർണമെൻറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സാരിയിലേക്ക് എടുത്ത് വെക്കാം. അങ്ങനെ നമ്മുടെ സാരി കേക്കിൻ്റെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ പിറ്റേ ദിവസം ഇതെടുത്തപ്പം ഞാൻ ഈ മുന്താണി ഇവിടെ നിന്ന് നല്ല ഇളക്കി എടുത്തിട്ട് കേക്കിന് മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പം മിക്ക സാരി കേക്കിലും മുന്താണി ഇതുപോലെയാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനും ഒന്നിങ്ങനെ വെച്ച് കൊടുത്ത് നോക്കിയതായിരുന്നു. അപ്പം കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഫോണ്ടൻ്റൊക്കെ സെറ്റായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് ഇളക്കിയെടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അതിലേക്ക് ക്രാക്കൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ ഒരു ഐഡിയ വേണം നമുക്ക് ഏത് രീതിയിലാണ് ഇത് സെറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. അത് ഒരു തവണ സെറ്റ് ചെയ്ത് ഫോണ്ടൻ്റൊക്കെ
ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ മാറ്റി വെക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനിതൊരു ഫോട്ടോയ്ക്ക് വേണ്ടി മാത്രം ഇങ്ങനെ എടുത്തു വെച്ചിട്ടുള്ളതാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അപ്പം മറ്റൊരു വീഡിയോ വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.